ബബ്ലി, ഹാപ്പി, ഗപ്പു, വേഗം വരൂ. ഏറ്റവും പങ്ക്ച്വൽ ആയിട്ടുള്ള ബൂത്തിലുള്ള അവാർഡ് എനിക്ക് കിട്ടിയ കാര്യം മറക്കരുത്. മീശ പിരിച്ചിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ലാസ്റ്റ് മിനിറ്റ് മേക്കപ്പ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. പ്ലീസ് നിങ്ങൾ എല്ലാവരും വേഗം പോവൂ. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഓഹോ, ഹാപ്പി എവിടെ പോയി? ഹാപ്പി പിനാക്കി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യണം കേട്ടോ. ഡോണ്ട് വെറി ആന്റി, ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. നിങ്ങൾ വേഗം പോയിക്കോ, എനിക്ക് സ്കൂളിൽ പോണം. സോറി അങ്കിൾ ആന്റി, ഇന്ന് സ്കൂളിൽ പോകാനുള്ള പ്ലാനേ ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇന്ന് സ്കൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ. ഇന്ന് ധീരു സാറും വരില്ല, മീറ്റി മിസ്സും വരില്ല, അതുകൊണ്ട് സ്കൂളും മിസ്. സ്കൂളിൽ പോകാനുള്ള സമയമായല്ലോ. പക്ഷെ അങ്കിളും ആന്റി ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞാൽ എന്നെ ശരിയാക്കി കളയും. ആലോചിക്ക് പിനാക്കി, ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. മാച്ചും മിസ്സാവാൻ പാടില്ല, എന്നാൽ സ്കൂളിൽ പോകാൻ വേണം. ഗപ്പുന്റെ ഗാഡ്ജറ്റ്സ്. ഗപ്പുന്റെ മുറിയിൽ എനിക്ക് ആവശ്യമുള്ള ഗാഡ്ജറ്റ്സ് എന്തായാലും കാണും. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വേഗം പിന്നാക്കി എന്തെങ്കിലും വഴി കണ്ടുപിടിക്ക്. രണ്ടും മിസ്സാവരുത്, മാച്ചും സ്കൂളും. ഓട്ടോമാറ്റിക് ഡാൻസിംഗ് ഷൂസ് വേണ്ട, ബ്രെയിൻ റീഡർ വേണ്ട. ഇതെന്ത് സാധനം? ക്ലോൺ ഗൺ. യെസ്, കിട്ടിപ്പോയി. ഗബ്ബു, നീ ഒരു ജീനിയസ് ആണ്. പക്ഷെ ഞാനൊരു മോശക്കാരനല്ല. എന്റെ ക്ലോണോട് പോയി. എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യുന്നില്ലെന്നാ. അടിപൊളി. ഹായ്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് പിനാക്കി സ്കൂളിൽ പോകും, മാച്ച് കാണും ഒറിജിനൽ പിനാക്കി. മിസ്റ്റർ കൂൾ. ഞാൻ ഇപ്പൊ തന്നെ ബാഗും യൂണിഫോമും എടുത്തിട്ട് വരാം. കേട്ടോ പിനാക്കി, ഇന്ന് സ്കൂളില് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. എന്നാലും നീ ആരോടും അധികം സംസാരിക്കാനൊന്നും പോണ്ട. ആര് ചോദിച്ചാലും നീ ഇങ്ങനെ പറഞ്ഞാ മതി. ഓക്കേ ഓക്കേ. വാവ്, നീ എന്റെ പോലെ തന്നെ സ്മാർട്ട് ആണല്ലോ. ഓൾ ദി ബെസ്റ്റ് പിനാക്കി ടു. ഓ ഹായ് പിനാക്കി. ഈ പിനാക്കിക്ക് എന്ത് പറ്റി? ഒന്നും മിണ്ടാതെ പോയല്ലോ. അവനെന്താ വല്ല ദേഷ്യമുണ്ടോ? ഇന്ന് കുറെ കുട്ടികൾ വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി? സുപ്രഭാതം സ്റ്റുഡന്റ്സ്. എന്ത് കഷ്ടമാണ്. ഈ ധീരു സാർ എവിടുന്ന് വന്നു? ഓ, ഇന്ന് ഫ്രീ പീരീഡ് അല്ലായിരുന്നോ? ഗുഡ് മോർണിംഗ് സർ. ഓ, എന്തു ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ലീവ് എടുത്തതായിരുന്നു. ഓ, പക്ഷെ 2 ഇൻസ്പെക്ടർമാർ ഇന്ന് സ്കൂളിൽ വരുന്നത് കൊണ്ട് എനിക്കും വരേണ്ടി വന്നു. പിനാക്കി, എവരിതിങ് ഓക്കേ? ഓക്കേ. എല്ലാവരും ശാന്തരായി ഇവിടെ ശ്രദ്ധിക്കൂ. ആ സാർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. പിനാക്കിയുടെ തലയിൽ തന്നെ. മിണ്ടോ, എന്തിനാണ് അലറുന്നത്? വല്ല ഭൂതത്താനെയും കണ്ടോ? സർ, പിനാക്കി ബോൾ കൊണ്ടില്ല. എന്താ ഇത്? നീ വീണ്ടും ഉറങ്ങിയോ? പോയി മുഖം കഴുകിയിട്ട് വാ. ഹാപ്പിനാക്കി, നീ എവിടെ ശ്രദ്ധിച്ചിരിക്കുവാ? ഓഹോ, വേഗം ബോർഡിലെഴുതിയ ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആബ്സെന്റ് ആക്കും, നല്ല സ്റ്റൈലായിട്ടോ. എന്താണ് ഈ കാണിക്കുന്നത്? കാണിക്കുന്ന പിനാക്കി, നിനക്ക് പ്രാന്ത് പിടിച്ചോ? പ്രശ്നം സാർ, പിനാക്കിയെ സന്തു പിടിക്കും.
എനിക്ക് തോന്നുന്നു അവന് സുഖമില്ല എന്ന്. കേണൽ സാറിനെ വിളിപ്പിച്ച് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അറിയില്ലല്ലോ ഇനി ഇൻസ്പെക്ടർമാർ കണ്ടാൽ എന്താവുമെന്ന്. ഇനി വരും 1 മണിക്കൂർ കൂടി, അത് കഴിഞ്ഞ മാച്ച്. ഗോ ബ്ലാക്ക് മാംബാസ്. ഓഹോ, ഈ സമയത്ത് ആരായി ഫോൺ വിളിക്കുന്നേ? ഹലോ, കേണൽ സാറിനോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളാരാ? ഞാൻ ധീരു സാറാണ് സംസാരിക്കുന്നത്, സ്കൂളിൽ നിന്ന്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ന് സ്കൂളിൽ വന്നത്? പറഞ്ഞോളൂ. താങ്കളുടെ സ്വരത്തിന് എന്തു പറ്റി? വിട്. കേൾക്കൂ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് തോന്നുന്നു പിനാക്കിക്ക് നല്ല സുഖമില്ലെന്ന്. വളരെ വിചിത്രമായി പെരുമാറുന്നു. താങ്കൾ വന്നൊന്ന് കൂട്ടിക്കൊണ്ടു പോകൂ. ശരി ശരി. പിനാക്കിട്ടു ഉറപ്പായി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. മാച്ച് തുടങ്ങാൻ ഇനി സമയം ബാക്കിയുണ്ട്. വേഗം ഒന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ക്ലാസ്. ഓ നോ, ഇന്ന് മിസ് മീറ്റിംഗ് വന്നല്ലോ. ഇന്നത്തെ എക്സ്പെരിമെന്റ് ആണ് ബോയൻസി. എല്ലാവരുടെയും മുമ്പിൽ ഓറഞ്ച് വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തിലേക്കിടൂ. പിന്നെ എനിക്ക് ലാബിൽ കംപ്ലീറ്റ് ഡിസിപ്ലിൻ വേണം. ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ ഒരു മിസ് അഡ്വഞ്ചേഴ്സും പാടില്ല. ഓക്കെ? ഡിംബി, സുഹൈൽ, പിനാക്കിയുടെ കയ്യിലല്ല, ഓറഞ്ചിൽ പിടിക്കൂ. അങ്ങനെ പിടിക്കാൻ ധീരു സാറാ പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ ഓടിപ്പോകും. എന്റെ ക്ലാസ്സിൽ നിന്ന് ആരും ഓടിപ്പോവില്ല. അവനെ വിട്. മിണ്ടു, എന്തു പറ്റി? എന്തിനാ നീ താഴെ കിടക്കുന്നത്? എഴുന്നേറ്റ് നിൽക്കൂ. അയ്യോ, ഇവനെന്ത് പറ്റി? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേറ്റ് നിൽക്കൂ. ഇൻസ്പെക്ടേഴ്സ് ദിവസമായിട്ട് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ആരാണ് ചെയ്യുന്നത്? എല്ലാവരും അവിടെ തന്നെ നിൽക്കൂ. ഞാൻ പോയി എക്സോസ്റ്റ് ഓണാക്കാം. അയ്യോ, ഞാൻ അകത്ത് പോയി പിന്നാക്കി ടൂവിനെ പുറത്തു കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അവനെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് എന്താ പറ്റിയെന്ന്. എനിക്ക് തല കറങ്ങുവാണെന്ന് തോന്നുന്നു. 2 പിനാക്കിയോ നേരത്തെ കടന്ന് ഉറങ്ങണം. വേഗമോ വേഗം. ഇവിടെ ഒളിക്കാൻ സ്ഥലമൊന്നുമില്ല. നീ അവിടെ പോയി ഒളിക്ക്. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അയ്യോ അല്ല, വേണ്ട. നിനക്ക് എവിടെ നിന്ന് ഇത്ര മാജിക് പവേഴ്സ് ഒക്കെ കിട്ടിയത്? കണ്ടോ, ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 2 പിനാക്കിയുണ്ട്. പിനാക്കി, വാതില് തുറക്ക്. നീ എന്തിനാ ഡോർ അടച്ച്? പ്ലീസ് ഒന്ന് ഡിസപ്പിയർ ആവൂ. എന്താ ഇത്? നിങ്ങൾ വാഷ്റൂമിന്റെ പുറത്ത് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? പിനാക്കി അകത്ത് അടച്ചിട്ടിരിക്കുക. ഇന്നെന്തോ അവന് നല്ല സുഖമില്ല. അവിടെ 2 പിനാക്കി. ഇവിടെ എന്താ ഈ നടക്കുന്നേ? പിനാക്കി, വാതിലൊന്ന് തുറക്കടാ. എടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിനാക്കി മോനെ, വാതിൽ തുറക്ക്. അയ്യോ, ഇന്ന് രക്ഷയില്ല. ഇവനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഹാപ്പിയോ ഗപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷിച്ചാണ്. ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇതെന്താണ്? ഇതെങ്ങനെയാണ്? ഇതെങ്ങനെ വന്നു? ഹാപ്പി ഗപ്പോ, എന്നെ ഒന്ന് രക്ഷിക്ക്. ആ ക്ലോണിംഗ് ഗൺ പിനാക്കി. ഒരു അബദ്ധം പറ്റി, ഒന്ന് രക്ഷിക്ക് പ്ലീസ്. ക്ലോണിംഗ് ഗൺ
പക്ഷെ ഇടയ്ക്ക് കുറച്ച് പവർ വരുമായിരുന്നു. എന്നാലും ഞങ്ങളുടെ പവറിന്റെ അത്രയും വരില്ല. ഇപ്പൊ കുറച്ച് സമയത്തേക്ക് ഞാൻ നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് വാതിൽ പൊളിക്കേണ്ടി വരും. മാറു സാർ, ഞാൻ തുറക്കാം. ധീരു സർ, പ്രിൻസിപ്പൽ സർ, നിങ്ങളെന്താ ഇവിടെ? ഓ പിനാക്കി, നീ വാതിലകത്ത് അടച്ചിട്ടിരിക്കായിരുന്നില്ലേ? നിനക്ക് സുഖവുമില്ല, ആകെ പേടിച്ചു പോയി. ഏയ് അങ്ങനെയൊന്നുമില്ല സർ, എനിക്കൊരു കുഴപ്പമില്ല. ഇൻസ്പെക്ടർ സർ വരുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവാൻ പോയതാണ്. എന്നാലല്ലേ നമ്മുടെ സ്കൂളിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മീറ്റ് പിനാക്കി, ഞങ്ങളുടെ സ്കൂളിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡന്റ്. ചോദിച്ചോളൂ സർ, എന്താണ് ചോദിക്കാനുള്ളത്? എന്നാ പറയൂ പിനാക്കി, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ സ്കൂളിലെ പഠനം മാത്രമല്ല, അതിന്റെ കൂടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടിയുണ്ട്. താങ്ക് യു ഗപ്പു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ അവിടെയാണുള്ളതെന്ന്? എന്റെ എല്ലാ ഗാഡ്ജറ്റിലും ഡിസ്ട്രക്ഷൻ അല്ലാത്തുണ്ട്. ആ ക്ലോണിംഗം പൊട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തോ ആപത്തുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ക്ലോണിങ്ങിന്റെ ആവശ്യം എന്തായിരുന്നു? ഓ, ഇന്ന് ആ ബ്ലാക്ക് മാംബാസിന്റെ മാച്ച് ഉണ്ടായിരുന്നു. കണ്ടോ, മാച്ച് തീരുകയും ചെയ്തു. പക്ഷെ ഞാൻ ആ മാച്ച് റെക്കോർഡിൽ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ ഈ ബുദ്ധി എനിക്ക് തോന്നാനത്? ഞാൻ വെറുതെ പോയുള്ള പ്രശ്നത്തിലൊക്കെ ചാടി.